ഹലോ എവറി വൺ. ഉയർച്ചയുടെ പടവുകൾ എന്ന കഥയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം. മുബീന തൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഇനി എന്തു ചെയ്യും? ജീവിതം മുന്നോട്ട് ഇരുട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. തൻ്റെ ഭർത്താവ് ഷാനവാസ് അയാൾ തന്നെ ചതിക്കുകയായിരുന്നു. അയാൾക്ക് ദുബായിൽ വേറെ ഭാര്യയും മക്കളുമുണ്ടത്രേ. വിവാഹം കഴിഞ്ഞ അന്നു മുതലേ അയാൾ തന്നോട് വലിയ സ്നേഹമൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. 8 വർഷത്തോളമായി ഈ വീട്ടിലെ ഒരു വേലക്കാരിയെപ്പോലെയാണ് താൻ ജീവിച്ചത്. 2 വർഷത്തിലൊരിക്കൽ അയാൾ നാട്ടിൽ വരാറുണ്ടായിരുന്നു. പക്ഷേ അയാൾ തന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. തനിക്കൊരു കുഞ്ഞിനെ തരാനോ തന്നെയും തൻ്റെ കുടുംബത്തെയും പരിഗണിക്കുവാനോ അയാൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഈ വീട്ടിൽ ഉമ്മാക്ക് ഒരു തുണയായി മാത്രമാണ് താൻ നിൽക്കുന്നതെന്ന് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴായി അയാളുടെ ഉമ്മാക്ക് ഒരു വേലക്കാരിയായി മാത്രമാണ് ഈ വീട്ടിൽ ജീവിക്കുന്നതെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പാവം തൻ്റെ ഉപ്പയും ഉമ്മയും അവർ വേദനിക്കരുതെന്ന് കരുതി താനെല്ലാം ഇത്ര കാലവും സഹിച്ചു. പക്ഷേ അയാൾ അവിടെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുകയാണെന്ന് താൻ മനസ്സിൽ പോലും കരുതിയില്ല. അവൾ തലയിണയിലേക്ക് മുഖമമർത്തി വച്ച് ഏറെ നേരം കരഞ്ഞു. എങ്ങനെ തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലും? മീൻ കച്ചവടം ചെയ്ത് കുടുംബം പുലർത്താൻ പെടാപ്പാട് പെടുന്ന ഉപ്പയാണ്. അടുക്കളയിലെ കരിപാത്രത്തോടൊപ്പം ജീവിതം ഹോമിച്ച ഉമ്മയാണ്. കൂലിപ്പണിക്ക് പോയി തുടങ്ങിയ ഷമീർ. പിന്നെയുള്ളത് ഒരനിയത്തിയാണ്. അവൾക്കൊരു വിവാഹം പറഞ്ഞ് ശരിയായി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ താൻ അവിടേക്ക് എവിടുന്ന് ഇറങ്ങിച്ചെന്നാൽ എന്താവും അവസ്ഥ? അവൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. അന്നത്തെ രാത്രിയിൽ മുഴുവനും അവൾ അതിനെക്കുറിച്ചാണ് ആലോചിച്ചത്. ഇനി താൻ എന്തു ചെയ്യും? ഒടുവിൽ ഏറെ ആലോചിച്ച് അവളൊരു തീരുമാനത്തിലെത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ തൻ്റെ ബാഗ് പാക്ക് ചെയ്ത് റാബിയായുടെ മുറിയിലേക്കെത്തി. എന്താടി രാവിലെ തന്നെ നീ ഇതെങ്ങോട്ടാ? അവരവളെ തറപ്പിച്ചു നോക്കി. ഉമ്മ, എനിക്ക് നിങ്ങളോടൊന്ന് ചോദിക്കാനുണ്ട്. മുബീന തൻ്റെ മൊബൈൽ ഫോണിലെ ഫോട്ടോ റാബിയാനെ കാണിച്ചു. തൻ്റെ ഭർത്താവും മറ്റൊരു സ്ത്രീയും 2 കുട്ടികളും നിൽക്കുന്ന ഒരു ഫോട്ടോ. എന്താണുമ്മ ഈ കാണുന്നത്? ഇതൊക്കെ സത്യമാണോ? ഇതൊക്കെ നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടാണോ? ഇടർച്ചയോടെ ആയിരുന്നു അവളുടെ ചോദ്യം. റാബിയ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. നിന്റെ ആങ്ങളെ ഇന്നലെ ഇവിടെ വന്ന് പോയ ശേഷമാണല്ലോ നിനക്കാകെ ഒരു ഇളക്കം. ആരേലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നീ തുള്ളാൻ നിൽക്കണ്ടടി. റാബിയ മുഖം തിരിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് നടക്കുവാൻ തുടങ്ങി. നിങ്ങൾ നിൽക്കുമ്മ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അതിനു മുമ്പ് എനിക്കെൻ്റെ സ്വർണം തിരികെ തരണം. അവൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ റാബിയ ഒന്ന് വല്ലാതായി. നീ ആരെ കണ്ടാടി പെണ്ണെ തുള്ളണത്? ആ മീൻവെള്ളത്തിൽ ഉരുളണ ഹമീദിനെ കണ്ടോ? റാബിയാൻ്റെ വാക്കിൽ പരിഹാസം നിറഞ്ഞു. മുബീനാക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. ഞാനിനി മുന്നോട്ട് എങ്ങനെ ജീവിച്ചാലും അത് നിങ്ങളെ ബാധിക്കില്ല. എൻ്റെ ബാപ്പ ചോര നീരാക്കിയ എനിക്ക് വിവാഹത്തിന് 20 പവൻ സ്വർണം തന്നത്. ആ പാവം ഈ 8 വർഷമായിട്ടും ആ കടം വീട്ടിയിട്ടില്ല. എൻ്റെ സ്വർണം ഇവിടെ വന്ന ശേഷം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളല്ലേ ആ തലമാരയിൽ വെച്ച് പൂട്ടിയത്? എനിക്കതെന്തായാലും വേണം. മുബീനയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. റാബിയ അതെടുത്തു തരാൻ തയ്യാറായില്ല എന്ന് കണ്ട മുബീന ബലമായി താക്കോലെടുത്ത് റൂമിലെ അലമാര തുറന്നു. റാബിയ അവളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും മുബീന സർവ്വശക്തിയോടെ ആദ്യമായി അവരോട് പ്രതികരിച്ചു. വലിപ്പിൽ നിന്നും സ്വർണമെല്ലാം വാരിയെടുത്ത് അവൾ ബാഗിൽ തിരുകി. ശേഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ അവൾ തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അതിവേഗം തന്നെ വിവരം ഷാനവാസിൻ്റെ കാതിലേക്കെത്തി. എന്ത്? നാഞ്ഞൂലിനും അഹങ്കാരമോ? അവൻ ഉടൻ തന്നെ മുബീനാൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ആദ്യമൊന്നും മുബീന ഫോൺ എടുക്കാൻ തയ്യാറായില്ല. എന്നാൽ അയാൾ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. എടി അസത്തെ, നീ ആരാന്നടി നിൻ്റെ വിചാരം? അയാൾ കലി തുള്ളിയിരിക്കുകയായിരുന്നു. മുബീന ഒന്നും മിണ്ടിയില്ല. ഒരക്ഷരം മിണ്ടാതെ വീട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കോ. നീ ഉമ്മാനെ തള്ളിയതും സ്വർണവുമായി കടന്നു കളഞ്ഞതുമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടടി. ഞാൻ അങ്ങോട്ട് വന്നാൽ കൊന്നു കുഴിച്ചു മൂടും നിന്നെ. അയാളുടെ ശബ്ദം വീണ്ടും ഉയർന്നു. എന്താടി നിന്റെ നാക്കിറങ്ങിപ്പോയോ? മുബീനയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. നിങ്ങളിനി മേലിൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളെനിക്ക് ഡിവോഴ്സ് തരണം. അവളുടെ വാക്കുകൾ അയാളുടെ കാതിലേക്ക് തുളച്ചു കയറി. പൂച്ചയെപ്പോലെ പതുങ്ങി നിന്ന പെണ്ണാണ്. ഒരിക്കൽ പോലും തന്നോടോ കുടുംബത്തോടോ എതിർത്ത് സംസാരിച്ചിട്ടില്ല. ആദ്യമായാണ് ഈ പറഞ്ഞത്. ഉമ്മ പറഞ്ഞത് സത്യമാണ്. ഇവൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്.
ഒരാഴ്ച കൊണ്ട് തന്നെ ഉമ്മാൻ്റെ നിർബന്ധപ്രകാരം ഷാനവാസ് നാട്ടിലേക്കെത്തി. മുബീനയുടെ ജീവിതത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? ഉയർച്ചയുടെ പടവുകൾ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.